ഇറങ്ങിപ്പോയി അവിടെ നടിക്കും പുറത്തുവാ അതിലടി എപ്പോഴും മീൻ കിട്ടും. രണ്ടുണ്ട് പൊടിപ്പള്ളത്തിൽ വള്ളത്തിൽ കയറി എന്നോട് ഒരു കുളം പിടി. ദേവനും രാമും കൂടി നമ്മുടെ മീൻ കോരുന്ന വലയൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. രാവിലെ ലിജി കൊച്ചകത്ത് ഉറക്കമാണ്. ഉറക്കമല്ല, ഞാൻ ഒരു പരിപാടിക്കായിട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അത് അമ്മ ഇവിടെ ഇപ്പോൾ ഉണ്ട്. എന്തോ ഉണ്ടാക്കുന്നത്? കപ്പയ്ക്കകത്തോരൻ. ശ്രീകുട്ടൻ ദേവനും വെച്ചു കൊടുക്കാനാണ്. ക്രിമിയടിക്ക് കീറട്ടെ. അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ മീൻ കോരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം, നമ്മുടെ നാട്ടിലെ തോട്ടിൽ ചെറിയതായിട്ടൊന്ന് മീൻ കോരാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ വല. ഈ ഒരു വല വെച്ചിട്ടാണ് കോരുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു വലയാണ്. രണ്ടുപേരും അറ്റത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കോരുന്നൊരു വലയാണ്. അപ്പോൾ ഞാൻ, ദേവന്, രാമ, ശ്രീകുട്ടൻ ഇത്രയും പേര് കൂടിയാണ് പോണേ. അപ്പം തിരിച്ചു വരുമ്പോൾ ലിജിക്ക് മീൻ കാണിച്ചു കൊടുക്കാനായിട്ട് എണീപ്പിച്ചുകൊണ്ട് വരണം. കിടത്തിയിട്ട് പോകുന്ന വെച്ചാൽ ഒരുപാട് നേരം ഞങ്ങൾ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് കിടക്കണമെന്ന് തോന്നിയാലോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ബാക്ക് കാണുന്ന തോടില്ലേ, അതുപോലെ ഇത് നമ്മുടെ കുളമാണ് കേട്ടോ, മീൻ വളർത്തുന്ന കുളമാണ്. ഇതിന് പുറത്ത് മെയിൻ തോട് ഞങ്ങൾ പറയും. അതായത് കായലിൽ നിന്ന് വെള്ളം നമ്മുടെ ഈ ചെറിയ ചെറിയ തോടുകളിലേക്ക് കയറി വരുന്ന തോടുകൾ കേട്ടോ. അപ്പോൾ അവിടെ മീനുകൾ പ്രധാനപ്പെട്ട കരിമീൻ, പള്ളത്തി, കണമ്പ്, അങ്ങനത്തെ ഉള്ള ഞണ്ട്, കൊഞ്ചി, അങ്ങനത്തെ ഞണ്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഞണ്ടൊക്കെ ഈ ഒരു സമയത്ത് കിട്ടത്തില്ല, വലയിൽ കൊരിയൽ കിട്ടത്തില്ല. കരിമീനായിരിക്കും കൂടുതൽ കിട്ടാൻ സാധ്യത, അല്ലെ പള്ളത്തി ആയിരിക്കും കൂടുതൽ കിട്ടാനുള്ളത്. അപ്പം അതെന്തൊക്കെ മീനാന്ന് കാണിക്കാം. ബാക്കിലോട്ട് പോകാനുണ്ട്. ഈ വലയത് റെഡിയായി കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാം, നമ്മുടെ ആ ഒരു കോരും കാര്യങ്ങളൊക്കെ അറിയാം. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വെറുതെ നിന്നിട്ട് നല്ല വെള്ളപ്പറ്റ വേലിയിറക്ക സമയമാണ്. നല്ലോണം വെള്ളം പറ്റി നിൽക്കുക, കുറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇപ്പം മീൻ കിട്ടും നല്ലോണം എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം വെള്ളത്തിൽ കിടക്കുന്ന സാധനത്തിൻ്റെ കാര്യമാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ കീറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ തയ്ച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി വിട്ടില്ലെങ്കിൽ അതുവഴി മീൻ ഇറങ്ങിപ്പോകും. നമ്മൾ കോരുന്ന മീനെ, നമ്മൾ കഷ്ടപ്പെട്ട് കോരുന്ന മീനല്ലേ, അപ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോകും. അപ്പം കാര്യമായിട്ട് വലിയ മീൻപിടുത്തമൊന്നുമല്ല, ചെറിയൊരു മീൻപിടുത്തമാണ് കേട്ടോ. ചുമ്മാ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. സ്ത്രീകളുടെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇതുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയി ഇറങ്ങാം. പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വെള്ളത്തിൽ പുളവൻ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ പിന്നെ മഴയില്ലാത്തതുകൊണ്ട് പുളവൻ അധികം ഉണ്ടാവില്ല. മഴയുള്ള സമയങ്ങളിൽ പുളവൻ ഇറങ്ങും. ഇത് നമ്മുടെ മീനിടാൻ വേണ്ടിയിട്ടുള്ള കൊട്ടയാണ് കേട്ടോ. ഇത് ഓലയൊക്കെ വെച്ച് മാറി സാധാ കൊട്ടയാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടോ, സാധാ കൊട്ട. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഓല വെച്ചിട്ടൊരു സാധനം അച്ഛൻ പണി വെച്ചേക്കുന്നത്. ഇതാകുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, മീൻ ചാടി പോകത്തില്ല. ഈ മേളിൽ സാധനം ഉണ്ടാകും. കഴിഞ്ഞോ? എന്നാ പോയാലോ? എന്നാ വാ ശ്രീകുട്ട. അതാ അമ്മാമ്മയുടെ കൊട്ടാ. വേറെ പൊട്ടലുകളുണ്ടോ? നമുക്ക് പ്രധാന ഹോട്ടലുണ്ട്. മീൻ നിൽക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് കോരാം. പടിഞ്ഞാറ് വശം തന്നെ കോരാം. ഒരുപാട് കാലമായി നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട്, ഒരുപാട് കാലമായി. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിത് മീൻ പിടിക്കാണ്ട് ആളെത്തി. ഇത് നമ്മുടെ ഇപ്പുറത്തുള്ള പ്രോപ്പർട്ടി കേട്ടോ. നമ്മൾ ഇതിനകത്തൊന്നും കോരത്തില്ല, നമ്മൾ പുറത്തിറങ്ങി കോരുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതുവഴി ഇങ്ങനെ കയറിയിട്ട് ഇവരിങ്ങനെ സൈഡ് വാളൊക്കെ കെട്ടി ഇതിനകത്ത് മീൻ കിടക്കുന്നതൊക്കെ ഈ പാറയുടെ ഇടയ്ക്ക് കൂടി ഇപ്പുറത്ത് വരുന്ന മീനാണ്. പള്ളത്തി കിടക്കുന്ന നോക്കടാ, പള്ളത്തി കിടക്കുന്നതൊക്കെ. അപ്പം ഇതിനകത്ത് ഫുള്ള് മീനാണ്. അപ്പോൾ നമുക്കത് നല്ല വെള്ളം പറ്റി കിടക്കുക. നല്ല രസമുണ്ട് ഇപ്പം വെള്ളം പറ്റി കിടക്കുന്നതാണ്. അതുകൊണ്ട് ആൾക്കാരിങ്ങനെ നടന്നു വരുന്നുണ്ട്. ആരും തട്ടി മാറി തോട്ടി വീഴരുത്. അപ്പോൾ ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയിട്ടേ ഈ പോസ്റ്റിനടുത്ത് ഇറങ്ങി ഇങ്ങനെ കോരിപ്പാം കേട്ടോ. ചാടരുത് ശ്രീകുട്ട, പയ്യെ ഇറങ്ങണം. ഇവിടെ മീൻ വല്ലതും നിപ്പുണ്ടോ നോക്കട്ടെ ഈ ഭാഗത്ത്. നല്ലോണം താരുന്നുണ്ട്. ഇനി ഇവിടെയാണ്, ഈ തോട്ടിലാണ് നമ്മൾ കോരാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കോരി നമ്മുടെ ബാക്ക് സൈഡിലേക്ക് പോകട്ടോ. ഈ ലൈൻ കമ്പിയിലൊന്നും കയറി പിടിക്കല്ലേ. നല്ല
തണുപ്പ്, നല്ല തണുപ്പ് വെള്ളത്തിന് കേട്ടോ. ഇറങ്ങ ഇങ്ങനെ കാണുന്ന ഈ കാടൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ മീൻ കയറി. ഏറ്റവും ആയോടാ ഇവിടുന്ന് വെള്ളം അകത്തോട്ടാണ് കയറുന്നത്. നോക്കടാ ദേവാ, അകത്തോട്ടാണോ വെള്ളം കയറുന്നത്? അകത്തോട്ട് കയറണോ? ഏറ്റവുമായി. ഇവിടെ ഇത്രയും വെള്ളം ഇങ്ങനെ ഏറ്റവും ആയിക്കഴിഞ്ഞാൽ മീൻ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. ഇറങ്ങിയോ ദേവാ. അപ്പോൾ ഇത് ഈ വലയിട്ട് കോരാൻ പോവാം. ഇനി ജസ്റ്റ് വീഡിയോയിൽ വെച്ച് കണ്ടോ. ഇറങ്ങ്, കൈ നനയ്ക്കല്ലേ ദേവാ. പയ്യെ ഇരുന്നങ്ങ് ഇറങ്ങ്. ഇവിടെ നിന്ന് വല വെച്ച് നോക്കാം. ഇപ്പോൾ വെള്ളം കയറി നിൽക്കുവരാവൻ. അവിടെ വെക്കണോ കമ്പട്ടിക്കകത്ത്? ചെളി ഉണ്ടാവും, തോടല്ലേ. അവിടെ ഒന്ന് പോരാ. മുക്കായിരുന്നാണ്. ഞാനുണ്ടോ? അയ്യോ, ചെറിയ ഒരു കരിമീൻ താന്ന. ഒരു മിനിറ്റ് ഒന്ന് തപ്പിക്കോട്ടെ. വേണ്ട, ചെറിയൊരു കരിമ്പളത്തെയാണ്. അവൻ്റെ കാലാണ്. കിട്ടി. നല്ല കരിമീന. പോകരുത്. മാറ്റാം. 2 ദിവസം ആണേ. ഇത് നമ്മളെ എന്താ വെച്ചാൽ മീൻ ഓടി വന്ന് നമ്മൾ ചവിട്ടുന്ന ഭാഗത്തുണ്ടല്ലോ, നമ്മുടെ കാലിൻ്റെ സൈഡിൽ വന്നിങ്ങനെ താരും പതുങ്ങും. അപ്പോൾ പതുങ്ങും നമ്മൾ ഇതിനൊക്കെ തപ്പി പിടിച്ചാൽ മതി. ഉണ്ടാ, ഇതാണ് ആ കരിയുമ്പളത്തി. അപ്പോൾ നമുക്ക് എടുത്തിടാം. ഇതിങ്ങനെ കാലിൻ്റെ അടി വന്ന് താന്നതാണ് ഇപ്പം. ഇങ്ങോട്ട് വരാനോ? ഇങ്ങോട്ട് പോകാം. വട്ടത്തിൽ എന്തോ കൊട്ടുണ്ടോ? അയ്യോ, ഇതല്ല ശ്രീകുട്ടാ. നമ്മുടെ വലത് ഇങ്ങനെ കീറിപ്പോയിട്ടോ. കണ്ടോ, അത്രയും വലിയ കോട്ടയാണ്. ഇത് നമുക്കത് ഇങ്ങനെ തയ്ച്ചെടുക്കാം. തയ്ച്ചത് ചുമ്മാ ഇങ്ങനെ കെട്ടി വെക്കാം. ഈ കട്ടും ഒക്കെ കയറി ഓട്. വെള്ളം ഏറ്റമായി തുടങ്ങി. അപ്പോൾ നമ്മളെ വല വീണ്ടും നമ്മൾ കെട്ടിയത് റെഡിയാക്കിയിട്ടുണ്ട്. വീണ്ടും കോരാട്ടോ. ശ്രീകുട്ടത്തും അപ്പുറത്ത് വലിയ കോരൊക്കെ നടക്കുക. നാളെ ഞാനത് ഒരു കുറേ കഴിയും പിടിക്കാം. ആ വല വെച്ച് പൊക്ക് ഇപ്പോൾ കമ്പടിച്ചാണ്. പള്ളത്തിയ ഇതേ അതിലിട്ട് വലിപ്പിക്കാൻ പറ്റത്തില്ല വില കൊണ്ട്. വള്ളത്തിട്ടോ ഞാൻ പിടിച്ചാലേ വല പൊളിഞ്ഞു പോരും. വള്ളത്തിലെടുത്തോ. ഫോട്ടോ ഉണ്ടോ? ആൾക്കുണ്ടോ കേട്ടോ. വേസ്റ്റ് എന്ന് വെച്ചാൽ വേസ്റ്റ് കുട്ടികളുടെ നല്ല കരയ്ക്ക് ഉറക്കിയിട്ടല്ലേ. ഇവിടെ കരിമീനെ പിടിക്കും.
നല്ല കമ്പത് തടം ഉണ്ടോ നോക്കട്ടെ. ഈ തടമാണ് കേട്ടോ. അപ്പോൾ അതൊരു തടമുണ്ടോ? മീനില്ല അതിനകത്ത്. ഇറങ്ങിക്കോ. നമുക്ക് അടുത്ത പണി കിട്ടി. നമ്മുടെ വലയുടെ കഴ ഇളകിപ്പോയി. ഇത് നയിച്ച് നല്ലോണം കെട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കുരുക്കം വരും. നിർത്ത്. ഞാൻ വിചാരിച്ച മീനായിരിക്കുന്നു. പക്ക പൊടിക്കക്ക. ഈ കെട്ട് എപ്പോൾ വേണേലും അഴിഞ്ഞു പോവാം. വെള്ളത്തിലായതുകൊണ്ട് പെട്ടെന്ന് കെട്ടഴിഞ്ഞു പോകും. നമ്മളെവിടെ രാമ വല വെച്ചേ? അങ്ങനെ അടുത്ത നമ്മുടെ പ്രശ്നവും നമ്മൾ പരിഹരിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? ബാക്കിൽ വീട്ടിലെ ഭക്ഷ്യ ധാതുക്കളെല്ലാം ഇവിടെ ഉണ്ട്. ഒരു ഷർട്ട് മീനുണ്ടോ നോക്ക്. ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റത്തില്ല. പോക്കെല്ലാം കയറി അതിനകത്ത് നടന്നാൽ പോയി കാണും. ഹോട്ടലിൽ കള്ളത്തിയ ആരുണ്ടോ? കള്ളത്തില്ല. ഉണ്ടുണ്ട്. അവിടെ മീനുണ്ടാവുന്ന എനിക്കറിയാം. ഞാൻ കണ്ടായിരുന്നു. കരട്ടി കരട്ടി പൊട്ടാ കരട്ടി എടുത്തൂടെ എടുത്തേക്കാം. എന്തിന്? പോയോ? തലയിൽ കയറി കാണിക്കണം. തലയിൽ കുലുക്കിയെടുത്താൽ കുലുക്കിയെടുക്കും. ആ കയറി കയറി. ഓ കട വരും കട വരും കട വരുന്നു. സൈസല്ലേ അല്ലേ? പൊക്കട പൊക്കട തലയിൽ നോക്കും. എല്ലാം ഉച്ചക്ക് പഴം തുണിയും എല്ലാം നടക്കണ്ടേ ഈ വെള്ളത്തിൻ്റെ. ഇന്നല്ലോ പള്ളത്തുണ്ട്. ആണോ വേണ്ട ഇപ്പോണ്ട് ഉറങ്ങിപ്പോണ്ട്. ഓടി വരുന്നവന്മാര് ആ കയറി 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 രണ്ടുമുണ്ട്. കൊട്ടോണ്ടോട്
ഓപ്പൺ ആക്കി. ചോറില്ല ഇല്ല അങ്ങോട്ടില്ല ആ കറിക്കട്ടെ നോക്കെ ആ കറിക്കാം ഉണ്ടോടാ? കുത്തി കഴിഞ്ഞാൽ ഇതാണ് മരപ്പി. മരപ്പി എന്ന് ഞങ്ങൾ പറയും, വേറെ പേരൊക്കെ ഓരോ സ്ഥലത്ത് പറയട്ടെ. ഇത് കുത്തി കഴിഞ്ഞാൽ ഭയങ്കര അരപ്പാണ്. കരിമീൻ ചാടുന്ന അവിടെ ഇവിടെ അല്ല. അല്ല ഇരിക്കും അപ്പുറം ഒരു മീഡിയം അവർ കൊണ്ടുപോകും. അവിടെ വെക്കില്ല, അവിടെ വെക്കും. ജാപ്പോ ഈ ഗ്യാപ്പല്ല പഞ്ഞ കഴിയും. പടിയില്ലേ കവല പാലായിരുന്നു. അല്ലല്ല ഇവിടെ കരിമീന മരപ്പി. ഈ കാട്ടി മൊത്തം മരപ്പിയ വീണ്ടും മരപ്പി ഉണ്ടോ? ഓ വിത്താ മാമ മുങ്ങിയിട്ടുണ്ട്. പോയി കൈ എടുത്തപ്പോഴേ പോയി. വല വീണ്ടും പണിയാ കേട്ടോ. നമ്മൾ കുറച്ച് മീനൊക്കെ കിട്ടി വന്നപ്പോഴത്തേന് വേലിയേറ്റം കൂടി കേട്ടോ. ഏറ്റം കയറി. നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു, പെട്ടെന്നാണ് വെള്ളം കയറിയതില്ലേ രാമേ? ഒന്ന് കോരി വന്നപ്പോഴത്തേന്, ഒന്ന് സുഖം പിടിച്ച് വന്നപ്പോഴത്തേന് മീൻ ഇഷ്ടം പോലെ കിട്ടിയാണില്ലേ? ഇനി ചാൻസ് കുറവാണ് മീൻ കിട്ടാൻ. കിട്ടോ കിട്ടില്ലോ നോക്കാം, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വല ഇടയ്ക്കിടയ്ക്ക് പണിയും തരുന്നു. അതാ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ കുറേ സമയമൊക്കെ പോകും. അതിനിടയ്ക്ക് ശ്രീകുട്ടൻ എന്തായാലും വെള്ളത്തിൽ കിടന്ന് ഭയങ്കരമായ കളി. ഉപ്പുവെള്ളം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ദേവനൊന്നും അറിയത്തില്ല. എല്ലാം പോയോ? നീന്താനാണോ കാണിക്കാൻ? നീ വീടെടുക്കും. ശബ്ദമൊന്നും ഇല്ലേ? എല്ലാവരും ഉറക്കോ? ഉറക്കം. അപ്പോൾ നമ്മുടെ വലതേ വീണ്ടും നമ്മളൊന്ന് കെട്ടിയത്. ഇത്രയുണ്ട് വെള്ളം കേട്ടോ. മുങ്ങാനാണെങ്കിൽ ഇപ്പം മുങ്ങി തപ്പി പിടിക്കാനാണെങ്കിൽ മീനൊക്കെ കിട്ടും. പിന്നെ മുങ്ങാനായിട്ട് വയ്യ, അതുകൊണ്ടാണ്. മുടിയൊക്കെ ഒരു പരുവായി. ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുടിയൊക്കെ സ്പ്രിങ് പോലെ, സ്പോഞ്ച് പോലെ ഇപ്പം മുടി സ്ട്രൈറ്റ് ചെയ്യേണ്ടവരൊക്കെ ഒരു മണിക്കൂർ ഉപ്പുവെള്ളത്തിൽ ഇറങ്ങി കിടന്നാൽ മതി, പെട്ടെന്ന് സ്ട്രൈറ്റ് ആയി കിട്ടും. ഞാനെങ്കിൽ എന്നെ വട്ടുവല വെച്ച് കോരട്ടെ? ആ നീ കോരന്നോ വട്ടാവല വെച്ച്? എടുക്കണം. ഉണ്ടോ? കൊട്ടുണ്ടോ? സഞ്ചിക്ക് അടിയിലിരുന്ന കണ്ടായിരുന്നോ? ഇതിനാണ്ട് ചാട് പൊടിപ്പള്ളത്തിൽ
വള്ളത്തിൽ കയറി എന്നോട് ഒരു പോകാൻ അറ്റാ അതിലേക്ക് പിടി മാറി പോയി കൊള്ളാന്നല്ലേ പോന്നെ. ഇങ്ങോട്ട് ഇങ്ങോ ഇപ്പറം വരാം. പേടിയാന്ന് പിന്നെ എന്തിനാ ഇറങ്ങി ഇങ്ങോട്ട് വല വരാൻ? അവൻ നമ്മളിവിടെ കോരാൻ വേണ്ടി വന്നപ്പോൾ അവൻ അവിടെ കയറി. പിന്നെ അവനെ ഈ ഏറ്റ സമയമാകുമ്പം പള്ളത്തിനൊക്കെ പിടിക്കാൻ വേണ്ടി വരുന്നതാ. തട്ടി കളയാ രാമ അങ്ങ് പോടാ. കടിക്കാത്തൊന്നുമില്ല, കടിച്ചാലും വിഷമില്ലല്ലോ, ചത്തു പോകത്തില്ലല്ലോ. ഫുള്ള് വേസ്റ്റ്. ആണ്ടി തേങ്കുറ്റി ഉണ്ടോ? ഇതിനടിയിൽ കാലൊക്കെ കരിയുന്നുണ്ടോ? ഇവിടെ അല്ല ഇവിടെ കോരി അങ്ങോട്ട് പോയത്. എവിടെ പോരട്ടെ എന്തായാലും മീനുണ്ടാവും. കണ്ടോ ഇത് കണ്ടോ വലിയ ഉണ്ടോ? കയറിയിട്ട് കാര്യമില്ല, മീൻ ഓടിപ്പോ. ഓ കേറത്തില്ല. അടി കൂടെ കോരി നോക്കാം. കോരി നോക്കും. ഇറങ്ങിപ്പോയി. അവിടെ നടിക്കും. പുറത്ത് വാ. അതിനടി എപ്പോഴും മീൻ കിട്ടും. എടുത്തോ. ഇത് കരിമീൻ്റെ കുഞ്ഞാ ഉണ്ടോ? കരിമീൻ്റെ കുഞ്ഞ്. ഇതിനെ നമ്മളങ്ങ് വിടുക, പോട്ടെ, ജീവിക്കട്ടെ. അതാ കരിമീൻ. വീണ്ടും കരിമീൻ്റെ കുഞ്ഞ്. എടാ വള്ളത്തിയെടുത്തോ. ഇനി അങ്ങോട്ട് ഈ കാട്ടി വെക്കണോ? അത് ഒന്നുകൂടെ വന്നിട്ട് അത് അങ്ങോട്ട് അടി വെക്കാം. മൂന്നാം എപ്പോഴും മീൻ ഉണ്ടോ അതിനകത്ത്? ഇറക്ക സമയത്താണെങ്കിൽ ഉണ്ടല്ലോ മീൻ കിട്ടും. ഇങ്ങോട്ടോ സൂക്ഷിച്ചോ, ആ പൊളവും പറയാൻ വരുന്നുണ്ടേ. കൊക്കി കാണിക്കാൻ നോക്കിയോ? അങ്ങോട്ട് കയറത്തില്ല, ഏറ്റവും വേണ്ടി. കണ്ടല്ലേ ഭാഗത്തുണ്ടോ മീനെല്ലാം മയങ്ങിക്കും, ചെളിയെല്ലാം കണ്ടോ? അവിടെ നമ്മളെ കടിക്കോ? കൊഞ്ചുണ്ട് കാണാനേ. തുണിയിലടി ചാടി 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 കൊമ്പുള്ളല്ലേ? ആണിക്കോട്ടെ വേറെ പള്ളത്തെയാണ് ചൂണ്ടിട്ടോ കളഞ്ഞേരല്ലേ? എന്താ പോടാ പോടാ വരുന്നു. കയറിയോ? ഓടി വന്നു പറഞ്ഞുണ്ട്. ആ ചെറിയ ആ ഒരു ഞാൻ വെക്കാണ്ട് എന്തോ കവറോ? ഞാൻ തന്നെ കവറിനകത്ത് മീൻ കയറിയിരിക്കും. മീനാണോ? ഭയങ്കര കരിമീൻ ചാടി. അവിടെ പോഞ്ഞാണ്. നമുക്കല്ല ചാടിപ്പോയ മീൻ കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എന്തോരം മീനാ നമുക്കില്ലേ? ഓഹോ
ഇതെടുക്കും. അല്ല ഇത് പിടി. കമ്പോ ആ. ജയിക്കാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇവിടെ അടി ഇതുണ്ട്, അടി ഗ്യാപ്പുണ്ട്. ഇവിടെ ഈ തടി വെച്ചേക്ക് നിൽക്കുമോ, അതിന്റെ അടിയിൽ ഗ്യാപ്പുണ്ട്, ചെളി പോയി കിടക്കുക. അല്ല ഗ്യാപ്പ് അതാ അല്ലത് സത്യമായിട്ട് നാളെ എന്റെ കൈ ഇപ്പുറം വന്നല്ലോ. ആ അത് ചെളി മതിയതാ കേട്ടോ. ആ പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. മീൻ ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലമുണ്ട്. ഈ സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ചൂണ്ടയിടിൽ കഴിഞ്ഞത് അച്ഛൻ വന്നായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഞങ്ങൾ വലയൊക്കെ കൊടുത്തിട്ടിട്ട് ഞങ്ങളിത് കരക്കി കയറാൻ പോകും. നമ്മുടെ കുളത്തിനടുത്തൂടെ അയ്യോ കുറ്റി 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 ഒന്നുകൂടെ പറയാം, മീൻ ചാടി കയറി പോകുന്നേ. ചൂണ്ടയിടിൽ കഴിഞ്ഞാ സോറി, ചൂണ്ടയിടിലല്ല, വല കോരി കഴിഞ്ഞ കേട്ടോ. ഞാനാ ശ്രദ്ധിച്ചില്ല. സ്ഥിരം നമ്മൾ ആടാ പിടിച്ചാടാ അത് കിട്ടും പോയി. ഇപ്പം ഏറ്റ സമയമായിട്ട് മീൻ ഇങ്ങനെ ഓടി വന്ന് നമ്മുടെ കാൽപ്പാത്തിൽ ഞാൻ ആദ്യം ഒരു മീൻ പിടിച്ചില്ലേ അതേപോലെ കയറും. വാടാ അങ്ങനെ കയറും. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയുണ്ടോ, ഇതുവഴിയാണ് കോരി വന്നത്. ഇനിയിപ്പോൾ ഇതുവഴി പോയിട്ട് നമ്മൾ ആദ്യം ഇറങ്ങിയ സ്ഥലമുണ്ടല്ലോ അവിടെ ചെന്നിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും രാത്രി അച്ഛൻ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങും ഇവിടെയൊക്കെ. നമ്മളൊരുവിധം കുറച്ച് മീൻ പിടിച്ചു ഇല്ലേ, കുറച്ച് മീൻ കരിമീൻ കിട്ടി. ഇനി ഇതാണൊക്കെ കളിച്ച് ഇതെടുത്തോ, മീനെടുത്തോ. ഫോൺ ഇതൊരു കണ്ടാൽക്കാടാണ് കേട്ടോ. ഇതിനടിയിൽ കരിമീനാ. ഓനെ അല്ലെങ്കിൽ വെള്ളം തെറിപ്പിക്കാൻ കോരി പിടിക്കാൻ ഭയങ്കര പാടാ കേട്ടോ. മീൻ അടിക്കുന്ന സൗണ്ട് കേട്ടോ. പ്ലെയിനോ? ഓ പ്ലെയിൻ നമുക്ക് കിട്ടത്തില്ല. കണ്ടോ ഇതിങ്ങനെ കിടക്കുക. ഇതങ്ങ് നമ്മുടെ അഷ്ടമുടിക്കായലിലേക്കുള്ള പോകുന്ന വഴിയാണ്. ഇത് കല്ലട ആറ്റിൽ നിന്ന് വരുന്ന വഴി. അങ്ങനെ രണ്ട് സ്ഥലത്തു നിന്നുണ്ട്. ഏതാ വാ വാ ശ്രീകുട്ടൻ വെള്ളത്തിൽ കിടന്നാൽ കളിയാ. എൻ്റെ കൈയെല്ലാം മുറിഞ്ഞു കേട്ടോ. ഇതിനകത്തുണ്ട്, ഇതിൻ്റെ കൈയൊക്കെ മുറിഞ്ഞിരിക്കണ്ട. ഇതിനകത്ത് ഒരുപാട് മുള്ളുള്ള ചെടികളുണ്ട്. പിന്നെ ഇത് കറയുള്ള, ഇതിൻ്റെ കറ കണ്ണി വീണ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇതിൻ്റെ കറ അങ്ങനെ ഒരുപാട് അപകടം പിടിച്ച പരിപാടി ഇത്. പിന്നെ ഇത് ഞങ്ങൾ പന്നാന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു ചെടിയുണ്ട് കേട്ടോ. അപ്പം മീൻ എന്താണെന്നുള്ളത് എത്രയും കിട്ടിയെന്നുള്ളത് വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ലിജി കിടക്കുവാണ്. ഇനി അവളെ പോയി വിളിച്ചുണർത്തണം. ഉണർത്തമില്ല, ചിലപ്പോൾ ഉറങ്ങി കാണും, ചിലപ്പോൾ മൊബൈൽ നോക്കി കിടക്കുമായിരിക്കും കേട്ടോ. വെറുതെ ഇരിക്കാൻ വയ്യാത്തോണ്ടാ ഇങ്ങനെ. മീൻ ചാടുന്നില്ലേ, കുറ്റിയാണോ? ഇവിടെ ഒരു കരിമീനുണ്ട്. അതിലത് രാമേ നമുക്ക് രാത്രി മീൻ നോക്കാൻ ഇറങ്ങിയല്ലോടാ ടോർച്ചിന്. അപ്പോൾ അതെ ഞങ്ങൾ മീൻ പിടുത്തം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. ഇനി നമ്മുടെ മീൻ എത്ര ദൂരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മാ ചരോ അഴിച്ചോ. ഞങ്ങൾ വരുന്ന വഴിക്കേ എൻ്റെ ഫോണ് ഹീറ്റായിട്ട് വെയിലും ഉണ്ട്, സൂര്യപ്രകാശമായിട്ട് ചൂടടിച്ചിട്ട് അത് തട്ടിയാ ചൂടടിച്ചിട്ട് ആകെ ഫോൺ ഓഫായി പോയി. ചെമ്പല്ലി പോയി നോക്കാട്ടോ. ചെമ്പല്ലിയുടെ കുഞ്ഞ് മീനുണ്ടോ? ചേടാ ഞങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞു തന്നില്ല. കാരണം ഒരു കോരിയൊക്കെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ചെമ്പല്ലി കുഞ്ഞ് ചാടിപ്പോയി. കിട്ടിയതിനേക്കാൾ കൂടുതൽ ചാടിപ്പോയി. പിന്നെ ഏറ്റവും കൂടി പല പൊട്ടമ്പല വേണ്ട. വലിയ മീനുകൾ കുറച്ചാ കിട്ടിയുള്ളൂ. പിന്നെ ഇതൊരു പൊട്ടക്കരട്ടി എന്ന് പറഞ്ഞൊരു മീനാണ്. പണ്ടൊക്കെ ആൾക്കാർ കഴിക്കാനും തോന്നി, ഇപ്പം കഴിക്കത്തൊന്നുമില്ല. കരട്ടി ഞങ്ങൾ പറയുന്നത് കേട്ടോ. സാധാരണ എല്ലാവരും പറയുന്ന കരട്ടിയല്ല, ഞങ്ങളിവിടെ മാത്രം ഉപ്പളത്തിലുണ്ടാകുന്നൊരു കരട്ടിയാണ്. അവിടെ
പൂളയെന്ന് പറയുന്ന മീൻ്റെ ഒക്കെ വേറെ ടൈപ്പാണ്. മാമ എനിക്ക് പറ്റില്ല. നച്ചറ ഇല്ലായിരുന്നില്ലേ? എന്ത് ആ അത് കൈ കുത്തരുത്. പിന്നെ മീൻ ഇത് കുളത്തിരട്ടെ. മീൻ പങ്കുവെക്കുന്ന പരിപാടി കേട്ടോ. നിന്റെ കാലെടുത്ത് മീൻ കിടപ്പുണ്ടായിരുന്നു. ഇത്തിരി എടുത്താൽ മതി. ടൈഗർ പ്രോൺ ഒരെണ്ണേ കിട്ടിയോളൂ. ഇതിനെ കളയട്ടെ, കണ്ടത്തിലിട്ടേ. വേണ്ട, കണ്ടത്തി കള. ഊരായ മരപ്പിയോ? മരപ്പിനെ കളയാനാണോ? നല്ല രാവിലെ കൊടുക്കാം. അവർ കഴിച്ചിട്ടില്ല. നമ്മൾ ഇഷ്ടം പോലെ കഴിച്ച മീൻ അതൊക്കെ. അത് കഴിക്കാം. ഇതിനൊക്കെ അതെന്താ നമുക്കത് മതിയിടാം. ഏതാ അമ്മ പള്ളത്തി എടുത്തിട ശ്രീകുട്ട. ഈ കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് കണ്ടെത്തിയിട്. അത് മതിടാ. ആ അതിട്ടോ, അത് കഴിഞ്ഞാൽ കിടക്കാം. ലക്ഷ്മി വരുമെന്ന്. ആ നമുക്ക് അറിയിച്ചോട്. ഈ കുഞ്ഞുങ്ങളെല്ലാം പറക്കി കണ്ടെത്തിയിട് ശ്രീകുട്ട. അച്ചാമ്മയ്ക്കുള്ള പള്ളത്തിയല്ല, അമ്മാമ്മയ്ക്കുള്ള പള്ളത്തിയെല്ലാം മാറ്റിയിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം കണ്ടെത്തിയിട്. അതെല്ലാം കണ്ടെത്തിയിട്. ഇതിലെല്ലാം കണ്ടെത്തിയിട്. കണ്ടെത്തി കൊണ്ടിട്ട് വളരട്ടെ. ഇങ്ങനെയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. മീൻ പങ്കുവെക്കുന്നത് ഇങ്ങനെ പള്ളത്തി അമ്മയ്ക്ക്. അപ്പം പള്ളത്തിയാണോ രാമൻ? ലൈവ് ബൈറ്റ് എടുത്ത് വെച്ചോ ശ്രീകൂട്ടൻ്റെ. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ കണ്ടത്തിൽ ഇറക്കി വിടാൻ പോവാം. നമ്മൾ പിടിച്ചപ്പം അന്നേരത്തെ കാര്യത്തിൽ വേറെ മീനൊന്നും കിട്ടിയില്ലല്ലോ എന്ന് കരുതിയൊക്കെ പിടിക്കട്ടോ. പെട്ടെന്നുള്ളൊരു പരിപാടിയായിരുന്നു എല്ലാവരും. അടിപൊളിയായിരുന്നില്ലേ? വലിയ പാടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വല ഒരു 50 തൊട്ട് വല കെട്ടി. വല ഇളകി പോയിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. ലിജി കൊച്ച് ഉണ്ടെന്നെങ്കിൽ ലിജി കൊച്ചിനെ കൂടെ കാണിച്ച് നിങ്ങളോട് 2 വർത്താനം പറഞ്ഞിട്ട്, ലിജി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് രസമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് കുളിച്ച് റെഡിയായിട്ട് ഫ്രഷായിട്ട് വരാം. ലിജി ഉണർന്നെടുക്കണോ അമ്മ? വിളിച്ചാ? ഭക്ഷണം കഴിച്ചിട്ട് ഇതേ മാങ്ങ കഴിക്കുന്നത്. ഇന്നലെ അളിയൻ കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. ഇത് എത്ര കഴിച്ചാലും മടുക്കൂലെന്നുള്ളതാണ്. ഇവർക്ക് 3 പേർക്ക്, ഈ 3 പേർക്ക് എത്ര മാങ്ങ കഴിച്ചാലും രാവിലെ തുടങ്ങിയ പരിപാടിയാണ് മാങ്ങ കഴിപ്പ്. കേട്ടോ, ഒരു പാത്രം നിറച്ച് അമ്മ ഇപ്പോൾ വെട്ടിച്ച് കൊടുത്ത കേട്ടോ. അത് എന്നിട്ട് ഇതൊക്കെ ഇവിടെ ചപ്പി വെക്കുക. അണ്ണാനാന്നോ ലിജി നീ മാങ്ങ ചപ്പി വെക്കെ? മാങ്ങ കഴിക്കുന്ന ചോറൊന്നും വേണ്ട. 2 ദിവസമായിട്ട് എന്താ 3 പേർക്കും ക്ഷീണിച്ചു കേട്ടോ. വില പോരാൻ പോയി ക്ഷീണിച്ചു പോയി കിടക്കുക. വിചാരിക്കും പിന്നെ ക്ഷീണമൊന്നുമില്ല. മാങ്ങ കഴിക്കുക, റെസ്റ്റ് എടുക്കുക, മാങ്ങ കഴിക്കുക, റെസ്റ്റ് എടുക്കുക. രാവിലെ എണീറ്റ് തറ വെളുപ്പം എഴുന്നേറ്റപ്പോൾ എന്നോട് പറയാം ജ്യൂസ് അടിച്ചു തരണേ. നിന്ന് അടിച്ചു തന്നില്ല. അടിച്ചു തരാം ഉച്ചയായിട്ട്. ഇത് മൊത്തം കഴിക്കുമോ? ഇതുവരെ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. മാങ്ങ ഇന്നത്തെ ലഞ്ച്. അപ്പം ഓക്കെ ഗൈസ്, ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അല്ലേ ലിജി? ലിജി ആയിരിക്കും അടുത്ത വീഡിയോ ഫുള്ള് കേട്ടോ. ഏതാ? എനിക്ക് ഇന്ന് ചെത്തി ചെയ്യുക വയ്യ. ചെത്തി ഞാൻ ഒരു മൂള് കഴിയുമ്പോൾ അടുത്ത ആളുകൾ കാര്യം കിട്ടും. ഒരാൾക്ക് കൊടുത്ത് വരുമ്പോഴത്തേക്ക് അതാണ് ലിജി. 3 സൈഡിലും കൂടെ ഇരിക്കും ആൾക്കാർ. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറ ലിജി.